ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ കാലമായി വന്നിട്ട് എന്നറിയാം, കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാൻ തന്നത്. പിന്നെ മുതൽ നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മാൾക്കാണ് വന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കല്യാണമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഡ്രസ്സൊക്കെ നല്ല ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഒരു ഈറ്റ് ഔട്ട് എന്നുള്ള നിലക്കും കൂടെയൊക്കെയാണ് നമ്മളിന്ന്. പിന്നെ ഡ്രസ്സ് എടുക്കലൊക്കെ എന്തായെന്ന് ഞാൻ വയ്യെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ മാളിൽ കയറി കുറച്ച് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ മാളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ മാക്സിൽ കയറിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കയറിയത്. ഇങ്ങനത്തെ നോക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് മിറർ കണ്ടാൽ പിന്നെ അവിടുന്ന് ഒരു സെൽഫിയോ വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ നോക്കി, പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ പൂമ്പാറ്റയ്ക്ക് പ്രത്യേകത? അങ്ങനെ പിന്നെ കിഡ്സ് ഏരിയയിൽ പോയി കിട്ടും. അപ്പോൾ കിഡ്സ് ഏരിയയിൽ 500 രൂപയിൽ കുറഞ്ഞ കാർഡില്ല കേട്ടോ. 500 രൂപേൻ്റെ കാർഡ് എടുത്തിട്ട് പിന്നെ നമ്മൾ അതിൽ പറ്റണതിലൊക്കെ നമ്മൾ കളിക്കുക ചെയ്യേണ്ടി. പിന്നെ നമ്മളെ മെയിൻ ഏരിയ ഫുഡ് കോർട്ട്. അങ്ങനെ പിന്നെ ഫുഡ് കോർട്ട് പോയി പിന്നെ നേരെ പോണത് നമ്മൾ പിസ്സ റിക്കോട്ടേക്കാട്ടോ. കാരണം കുറേ ദിവസമായി പിസ്സ ഓർഡർ ചെയ്യല്ലേ എന്നിട്ട് ഇങ്ങനെ പിസ്സൻ്റെ വൈത്തല കൂടണേ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഏതായാലും പിസ്സ ആക്കാന്ന് വെച്ചിട്ട് പിസ്സ ഓർഡർ ചെയ്യാൻ പോവാണ്. എന്തേ വായിച്ചറിയോ കുട്ടിക്ക്? നോക്കിയിട്ട് കുഞ്ഞൻ അങ്ങനെ മെനു ഒക്കെ നോക്കി ഏതാ ഓർഡർ ചെയ്യേണ്ടത് വാവനോട് തന്നെ ചോദിച്ച് പിന്നെ നമ്മൾ ഏതൊന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഏതൊന്ന് നമ്മൾ ഓർഡർ ചെയ്ത് എന്തായാലും സ്മോളാട്ടോ ഓർഡർ ചെയ്ത്. കാരണം ഞങ്ങളാകെ 3 ആളുള്ളൂ. വാവക്കാണ് താല്പര്യം, ആ താല്പര്യം മാത്രമേ ഉണ്ടാവുള്ളൂ, കാര്യമായിട്ട് സിന്നലൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്മോൾ ഓർഡർ ചെയ്തു. സുണ്ടാ മതി അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം മാൾ വിടാം കേട്ടോ. കാരണം ഇനി പുറത്ത് എവിടെയെങ്കിലും ഡ്രസ്സൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന്, കാരണം ഉച്ചയ്ക്ക് വൈകുന്നേരമാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ തന്നെ. അപ്പം കൂടുതൽ ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ വേഗം വിടുകയാണ്. ഇത് പിന്നെ നല്ലൊരു ഷോ ഓഫാട്ടോ, അത് നോക്കണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കസവിലൊക്കെ കയറിയിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടുന്ന് ക്ലോത്ത് നമുക്ക് കിട്ടിയില്ല പറ്റിയതൊന്നും. അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു സങ്കടത്തിൽ സൈൻലബാൻ കഴിക്കാൻ വിചാരിച്ച് അങ്ങോട്ട് നടക്കാം കേട്ടോ. ഇന്നാണേലോ വൻ തിരക്കേനി. ഇവിടെ ആണെങ്കിൽ ടോക്കണൊക്കെ വെച്ചിട്ടാട്ടോ വിളിക്കുക. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം നമ്മളെ ടേണിന് വേണ്ടിയിട്ട്. നമ്മൾ 108 കേട്ടോ. നമ്മൾ 104 കഴിഞ്ഞിട്ട് എത്ര ആയിട്ടും 108 ഇങ്ങോട്ട് എത്തണില്ല. കാത്തുനിന്ന് കുറേ കൊയങ്ങി. അവിടെയും ഇവിടെയൊക്കെ പോയി ഇരിക്കുന്നതിന് പണി.
അങ്ങനെ സാധനമൊക്കെ കൈ കിട്ടിയിട്ടാണ് നമ്മൾ കഴിച്ച് നോക്കി. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ മൂന്നാളും പറഞ്ഞാൽ ഈ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ അടുത്തിരിക്കണവർക്ക് അത്ര മധുരമൊന്നും ഇഷ്ടമില്ലാത്ത ടീമുണ്ട്. അവർ 2 സിപ്പ് എടുത്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനാകാൻ തുടങ്ങി, ഇതെങ്ങനെ തീർക്കുക എന്നുള്ളത്. എങ്ങനെയാണെങ്കിലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ.